اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഇഖ്വാനികളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അവിടുത്തെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ലാ റാഹത ലിൽ മുഅ്മിനി ദൂന ലിഖാഇ റബ്ബിഹി. മുഅ്മിനായ ഒരു മനുഷ്യന് ഒരിക്കലും സന്തോഷം ഉണ്ടാവൂല എപ്പോഴല്ലാതെ, ദൂന ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴല്ലാതെ. അപ്പൊ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴല്ലാതെ ഒരു മനുഷ്യന് സമാധാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആഗ്രഹിക്കാൻ പാടില്ല. അത് എപ്പോ മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ നിമിഷം ഉണ്ടല്ലോ, ആ സമയത്താണ് റാഹത്ത് ഉയരുന്ന, അതായത് റാഹത്ത് ഉണ്ടാകുന്ന സന്ദർഭം. അതുവരെ അവനക്ക് ഉണ്ടാകുന്നതൊന്നുമല്ല നൈമിഷികമായ ചില സന്തോഷങ്ങളും താൽക്കാലിക ഒരു സുഖങ്ങളും അല്ലാതെ വേറൊന്നുമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു വൃത്തം പോലെയാണ്. വൃത്തം. ഇപ്പൊ നമ്മൾ ഈ കഅബാലയത്തിങ്ങ് പോയിട്ട് നമ്മൾ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അവിടെ തന്നെ സമാപിക്കുന്ന ഒരു ഇതാണല്ലോ. ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് എവിടുന്ന് വന്നതാണ്? ഈ കല്ല് എവിടുന്ന? സ്വർഗത്തു നിന്നാണ്. സ്വർഗത്തിലുള്ള സാധനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ജിവാറിലുള്ള സാധനങ്ങളാണ്. കാരണം അള്ളാഹുവിൽ നിന്നാണ് സത്യത്തിൽ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ സാധനം വന്നത്. അവിടുന്ന് തുടങ്ങി നമ്മൾ അവിടെ തന്നെ അവസാനിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? കഅബാലയം നമ്മൾ ചുറ്റുന്നത് എന്ന് പറഞ്ഞാല് ലാഹൂത്തിയായ ലോകത്തു നിന്നാണ് നമ്മുടെ വരവ്, അല്ലേ? അതിങ്ങനെ ജബറൂത്ത്, മലക്കൂത്ത്, നാസൂത്ത്, പിന്നെ എവിടേക്ക് തന്നെ എത്തുന്നത്? ലാഹൂത്തിലേക്ക് തന്നെ എത്തുന്നത്. തിരിഞ്ഞങ്ങൾക്ക് എന്നാ ലാഹൂത്ത് നമ്മൾ വന്നു, അതിന്റെ അടിയിൽ ഒരു ജബറൂത്ത് ഉണ്ട്, മലക്കൂത്ത് ഉണ്ട്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നാസൂത്ത്. ഈ നാസൂത്ത് നിന്ന് നേരെ ഞങ്ങട്ട് തന്നെ പോണത് ഈ ലാഹൂത്തിലേക്ക് തന്നെ പോണത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുണ്ടോ? അപ്പോ ഈ സൂഫി നൃത്തം എന്ന് പറഞ്ഞൊരു നൃത്തം ഉണ്ടല്ലോ, സൂഫി നൃത്തം കേട്ടില്ലേ? നമ്മുടെ കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നൃത്തം, അത് ആ ഒരു സ്മരണയാണ്. അതായത് നമ്മുടെ സത്യത്തിൽ എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു പിന്നെ സത്തയെ എങ്ങനെ ചുറ്റിയാണ്. ലാഹൂത്തിയായ ലോകത്തുനിന്ന് വന്ന് അവിടേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മളെ ഈ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം എവിടുന്ന് വന്നതാണ്? സത്യത്തിൽ ലാഹൂത്ത് വന്നതാണ്. ആ ലാഹൂത്തിയായ സാധനമാണ് സത്യത്തിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ സാധനം. ഇത് മുഅ്മിനല്ല. ഇതൊക്കെ ഈ സാധനം മുഅ്മിനല്ല. ഇത് മുഅ്മിനിന്റെ പുറമേ ഉള്ള ഒരു പൊതിയല് മാത്രമാണ്. പുസ്തകം പൊതിയണമായിട്ട് ഒരു പൊതിച്ചില് മാത്രമാണ്. ആത്മാവിനെ പൊതിഞ്ഞ ഒരു മാംസലമായ ഭാഗം മാത്രമാണ് ഈ ശരീരം. സത്യത്തിൽ മുഅ്മിൻ എന്നും മുസ്ലിം എന്നും പറയുന്നതൊക്കെ ആരെയാണ്? ആത്മാവിനാണ്. അപ്പൊ ലാ റാഹത്തൽ മുഅ്മിനി, മുഅ്മിനിക്ക് സന്തോഷം ഉണ്ടാവൂല എപ്പോഴല്ലാതെ, ദൂന ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടു. അപ്പൊ റബ്ബിന്റെ അടുത്താണ് വന്നത്. അപ്പോ തന്റെ പ്രണയഭാചനമാകുന്ന അള്ളാഹുവിനെ വിട്ടുപിരിഞ്ഞിട്ടാണ് അത് ഇവിടെ എന്ത് ചെയ്തത്? ജബറൂത്തും കഴിഞ്ഞ് മലക്കൂത്തും കഴിഞ്ഞ് നാസൂത്തിലേക്ക് വന്നത്. ഇനി എപ്പോഴാണ് എന്റെ റബ്ബിലേക്കുള്ള മടക്കം എന്ന് വിങ്ങലോടുകൂടെ ഇരിക്കുകയാണ് ഓരോ മനുഷ്യന്റെ ആത്മാവ്. പക്ഷെ ചില ആത്മാക്കൾക്ക് പേടിണ്ടാവും. പ്രണയഭാചനം എന്നൊരു ജോലിക്ക് പറഞ്ഞയച്ചിട്ട് അത് മുഴുവനായി പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ സങ്കടപ്പെടുന്ന. അപ്പോ ഈ കൽബ് ഇങ്ങനെ, നമ്മളെ ആത്മാവ് ഇങ്ങനെ ആഗ്രഹിക്കാണ്, എന്റെ റബ്ബിനെ എനിക്ക് പെട്ടെന്നൊന്ന് കണ്ടുമുട്ടിയെങ്കിൽ, എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാണ്, അല്ലെ? നമ്മളെ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ കഥ പറഞ്ഞില്ലേ, അല്ലേ? എന്റെ സ്നേഹഭാചനമേ, എന്റെ സന്തോഷമേ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ ആത്മാവ് അള്ളാഹിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ജീവിതം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ ഉള്ളിലാണ്. ഒരു വരയിൽ നിന്ന് തുടങ്ങി ലാഹൂത്തിയായ ലോകത്ത് തുടങ്ങി ഇനി ആ ലാഹൂത്തിയായ ലോകത്തിലേക്ക് തന്നെയാണ് സത്യത്തിൽ എന്തുള്ളത്?
നമ്മുടെ മടക്കുള്ളത്. അതിൻ്റെ അടിയിലുള്ള കുറച്ച് കാലമാണ് നമ്മുടെ ജീവിതം. മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇന്ന് ഞാൻ പള്ളിക്ക് പ്രസംഗിച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, പക്ഷെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയാൻ പറ്റിയ ആളുകളൊന്നും അതിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു മുരീദ് എന്ന് പറയുന്നത് പർവ്വത ശിഖരങ്ങളിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന വെള്ളം പോലെയാണ്. പർവ്വത ശിഖരങ്ങൾ ഉണ്ടല്ലോ, അതിന്ന് പൊട്ടി ഒലിക്കുന്ന വെള്ളം പോലെയാണ് സത്യത്തിൽ ആര്? ഒരു മുരീദ്. ആ മുരീദ് ഫസ്റ്റ് തന്നെ പാറ പൊട്ടി പുറത്തേക്ക് വരുമ്പോ ആ ജലം ഉണ്ടല്ലോ, കാരണം ഒരു ലോകത്തു നിന്ന് പുറത്തേക്ക് വരും, വേറെ ലോകത്തേക്കാണ് വരികയാണ്. അതുവരെ ഓന് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമല്ല, അള്ളാഹിന്റെ ഔലിയാക്കളെ കുറിച്ച് അറിയില്ല, എന്താണ് അള്ളാഹുവിലേക്ക് ഉസൂലാവുക എന്ന് ഓനക്ക് അറിയില്ല. ഓനൊരു ഷെയ്ഖിനെ കണ്ടിട്ട് ആ ഷെയ്ഖിന്റെ കരം പിടിച്ചിട്ട് ഒരു പാറ പൊട്ടിയിടും പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഓനാകുന്നത് ഒരു ചെറിയ നീർച്ചാലാണ്, ചെറിയൊരു നീർച്ചാൽ അല്ലെ. ആദ്യം പൊട്ടിയിട്ട് എന്താ ഉണ്ടാകുക? ഒരു നീർച്ചാലാണ്. മനസ്സിലാവുണ്ടോ? ആ നീർച്ചാല് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ പോന്ന് പിന്നെ എന്താവും? അത് കാട്ട് ആറ് എന്ന് പറയും, കാടിലൂടെയുള്ള ആറ്. ആ കാട്ട് ആറും കടന്നിട്ട് അത് ചെറിയ കൈത്തോടായിട്ട് ഒഴുകും. ആ കൈത്തോടും കഴിഞ്ഞ് പിന്നെ അത് പുഴയാകും. ആ പുഴയും കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? അത് സമുദ്രമാകും. സമുദ്രത്തിലോടുകൂടെ പിന്നെ അതിന്റെ ജമ്മുൽ ജമ്മാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള സംഘമാണ്. അതിന്റെ അടിയിൽ ഒരു മുരീദ് ഒരരുവിയാകുമ്പോൾ ഓൻ തുരീക്കത്തിന്റെ അഖിലുകാരനാണ്. മനസ്സിലാവുണ്ടോ? പിന്നെ ഓനൊരു കാട്ടാറാകുമ്പോൾ പിന്നെ ഓനൊരു മുഹിബായി മാറും. കാട്ടാറും കഴിഞ്ഞ് തോടുകളായി മാറുമ്പോൾ ഓൻ ശരിക്കും ആഷിക്കായി മാറണം. മനസ്സിലാവുണ്ടോ? പിന്നെ ഓൻ പുഴയിലേക്ക് എത്തുമ്പോഴാണ് സത്യത്തിൽ എന്താകുക? ഫന ആകുക. ആ പുഴ കഴിയുന്നതിന്റെ അവസാനം ഒന്ന് ബക്കാഇന്റെ അവസ്ഥയാണ്. ബക്കാവും കഴിഞ്ഞ് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ജംഉൽ ജമ്മാണ്, അള്ളാഹുവിലേക്ക് എത്തുന്ന. അപ്പൊ അള്ളാഹു താല ഈ ഭൂമി ലോകത്ത് പടച്ച ഏതൊരു വസ്തുവിലും മനുഷ്യന് ചിന്തിക്കാനുള്ള ഓരോ വിശേഷണങ്ങൾ അള്ളാഹു താല വെച്ചിട്ടുണ്ട്. ഓരോ വസ്തുക്കളിലും അങ്ങനെ തന്നെ, ഓരോ കാര്യങ്ങളിലും ഒഴുകുന്നതാണെങ്കിലും കാറ്റിന്റെ വിഷയങ്ങളാണെങ്കിലും ഓരോന്നിലും ഒരു മനുഷ്യന് ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഞാൻ മുമ്പൊരിക്കൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് ഏറ്റവും നല്ല ചിത്രം വരക്കുന്ന ആളുകളെ, ഏറ്റവും നല്ല, അതായത് മൂപ്പരൊരു മത്സരം വെച്ചു, ഏറ്റവും നന്നായി ചിത്രം വരക്കുന്ന ആളുകൾ ആരാണ്? അവസാനം ഈ അഗ്നി പരീക്ഷണത്തില് 2 കൂട്ടരാണ് വിജയിച്ചത്. ഇനി ഓൽക്കുള്ള പരീക്ഷണം, അതിലിഞ്ഞ് ആരാ വിജയിക്കാം? അങ്ങനെ എന്ത് ചെയ്തു? രാജാവ് 2 കൂട്ടരും ഒരുമിച്ചു, ഒരു കൂട്ടർ വലതുഭാഗത്തും ഒരു കൂട്ടർ ഇടതുഭാഗത്തും വരക്കാണ്. മനസ്സിലാവുണ്ടോ? 2ന്റെ അടിയിൽ ഒരു ചെറിയ എന്തിട്ടു? ഒരു ചെറിയ വിരി, ഇങ്ങനെ 2ന്റെ ഇടയിൽ വിരിയിട്ടു. അങ്ങനെ രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്, 2 ഭാഗത്തും നോക്കുന്നുണ്ട്. അപ്പോ ഒരു ഭാഗക്കാര് ഭയങ്കര രസകരമായ ഒരു കൊട്ടാര സമാനം പോലെയുള്ള ഒരു വെണ്ണക്കല്ല് പോലെയുള്ള ഒരു സംഭവം ഇങ്ങനെ വരയ്ക്കുകയാണ്. രാജാവ് അതിൽ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട്. പക്ഷെ ഇപ്പുറത്തുള്ള ആൾക്കാർ വരയൊന്നുമില്ല. മൂപ്പൻ എന്തൊക്കെ ഇങ്ങനെ ചെത്തി ഇങ്ങനെ മിനുസാക്കി കൊണ്ടുവരുന്നുണ്ട്, മിനുസാക്കിയിട്ട് ഇങ്ങനെ. അപ്പൊ രാജാവിന് തോന്നി, എന്താ ഇപ്പൊ ഒരു വലിയ ചിത്രകാരന്മാരായിട്ട് ഇവിടെ വലിയ കൊട്ടാരാണ് വരക്കണത്, ഇവിടെ ഓലിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? മിനുസാക്കി കൊണ്ടുവരിക. അങ്ങനെ വല്ല സമയം കഴിഞ്ഞു. അപ്പൊ രാജാവ് മനസ്സിലാക്കി, ഈ കൂട്ടര് വെറുതെ എന്തിനാ പോലെ കൊണ്ടുവന്നത്, ഇവരാണെങ്കിൽ നല്ല രസകരമായൊരു കൊട്ടാരം വരച്ചിരിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഈ കൊട്ടാരം വരച്ചത് കാണാൻ വേണ്ടി ഇങ്ങനെ ചെന്ന് അതൊക്കെ പരിശോധിച്ചു. ഭയങ്കര രസകരമാണ് നിങ്ങളുടെ കൊട്ടാരം, ഭയങ്കര രസകരമാണെന്നൊക്കെ പണ്ട് രാജാവ് എന്ത് ചെയ്തു? എന്നിട്ട് ഈ ടീം എന്ത് ചെയ്തു? രാജാവ് വന്നിട്ട് ഇവരെടുത്ത് പോയി നോക്കുമ്പോൾ സാധാ ഒരു ചുമര് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ കുറെ തേച്ച് മിനുക്കി കൊടുന്നു. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ ആ വിരി ഒന്ന് നീക്കി, ആ വിരി ഒന്ന് നീക്കി. വിരി നീക്കലോടുകൂടെ അവിടെ ആ വരച്ച കൊട്ടാരുണ്ടല്ലോ, അതേ സാധനം ഇതിലും ഇങ്ങോട്ട് പതിഞ്ഞു. അതേ സാധനം ഇവിടെ ഇങ്ങോട്ട് പതിഞ്ഞു. അപ്പൊ ഇവര് തേച്ച് മിനുക്കി ആ വസ്തു കണ്ണാടി പോലെ ആക്കിയിരിക്കുകയാണ്. റിസ്ക് ആരാ കൂടുതൽ എടുത്തുക്കണ്? ഇവരാണ്. റിസ്ക് ആരാണ്? അപ്പൊ ഇവരുടെ അവിടെ വരച്ച അതേ പ്രതിബിംബം അവരിവിടെ കൊണ്ടുവന്നു.
ഈ കഥ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമിയാണ്. ഇതേപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ. അള്ളാഹു എന്ന് പറയുന്ന പരമസത്തയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ണാടി പോലെയാക്കണം ഒരു മനുഷ്യന്റെ ഹൃദയം. എങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന സത്ത അവന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അതിനെന്ത് വേണം? ഇത് തേച്ച് മിനുക്കണം. അവർ ആ ചിത്രകാരന്മാര് തേച്ച് മിനുക്കിയതുപോലെ ഇവര് തേച്ച് മിനുക്കി ആ വസ്തു കണ്ണാടി പോലെ ആക്കിയിരിക്കുകയാണ്. റിസ്ക് ആരാ കൂടുതൽ എടുത്തേക്കണ്? ഇവരാണ്. റിസ്ക് ആരാണ്? അപ്പൊ ഇവരുടെ അവിടെ വരച്ച അതേ പ്രതിബിംബം അവരിവിടെ കൊണ്ടുവന്നു. ഈ കഥ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമിയാണ്. ഇതേപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ. അള്ളാഹു എന്ന് പറയുന്ന പരമസത്തയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ണാടി പോലെയാക്കണം ഒരു മനുഷ്യന്റെ ഹൃദയം. എങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന സത്ത അവന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അതിനെന്ത് വേണം? ഇത് തേച്ച് മിനുക്കണം. അവർ ആ ചിത്രകാരന്മാര് തേച്ച് മിനുക്കിയതുപോലെ ഇതിനെ തേച്ച് മിനുക്കി ഗ്ലാസ് പോലെ ആക്കി കഴിഞ്ഞാല് നേരെ ആ ഗ്ലാസ്, ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരെ ആ ഗ്ലാസ് ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് പോകുന്നത്. ലൗഹുൽ മഹ്ഫൂദ് പറഞ്ഞതാ നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ സാധനമാണ്. അപ്പൊ ഈ ഗ്ലാസ് ഇവിടുത്തെ കൃന്നനെ ഗ്ലാസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നേരെ ലൗഹുൽ മഹ്ഫൂദിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ ഗ്ലാസ്സിൽ മതി. അതുകൊണ്ട് തന്നെയാണ് സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ എത്തിക്ക് പോയി കഴിഞ്ഞാല് ജിന്നും കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളില്ല. എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓല ഗ്ലാസ് ക്ലിയറാണ്, അതിലൊരു പതിഞ്ഞു സാധനം. ഈ വ്യക്തി എന്താന്നുള്ളത് അവിടെ നേരിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ പതിയാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ആ ലൗഹുൽ മഹ്ഫൂദ് മാത്രമല്ല, അള്ളാഹുവിന്റെ ലൗഹ്, കലമ്, അർശ്, കുർസി, അതിന്റെ മുഴുവൻ രഹസ്യങ്ങളും അള്ളാഹു താല ഓന്റെ ഹൃദയത്തിൽ ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുക ചെയ്യാം. ഈ ഒരവസ്ഥയിലേക്ക് ഒരു മുരീദ് എത്തുമ്പോഴേ ഓരോ നിസ്കാരത്തിനൊക്കെ റാഹത്തുണ്ടാവുള്ളൂ, ഓൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് റാഹത്തുണ്ടാവുള്ളൂ, ഓൻ ചെയ്യുന്ന ഏത് ഇബാദത്തുകൾക്കും റാഹത്ത് ഉണ്ടാകണമെങ്കിൽ ഈ സാധനം പൂർണ്ണമായിട്ട് ക്ലിയർ ആകാതെ പറ്റൂല. അതിന് നമ്മളെ മശായിഖ് പറഞ്ഞത് അതിനുള്ള ഏറ്റവും നല്ല വഴി ഹുബ്ബ് കൊണ്ട് ഓന്റെ ഹൃദയം കഴുകലാണ്. ഹുബ്ബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഓന്റെ ഹൃദയം കഴുകുക. പഴയ കാലത്തെ പോലെ ഒരുപാട് റിയാളുകൾക്ക് ഇരുന്ന് ഖൽവത്തിലിരുന്ന് അല്ലെങ്കിൽ കാടുകളും അതുപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ മറികടന്ന് പോയി ഒറ്റക്കിരുന്ന് അതൊന്നും ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാ വിശേഷമല്ല ഇപ്പൊ ഈ സമാനിൽ. ഈ സമാനിൽ പറ്റുന്നൊരു കാര്യം എന്താണ്? ഓന്റെ ഹൃദയം ഹുബ്ബ് കൊണ്ട് നിറക്കുക. ഇപ്പൊ ഇന്ന് ഞാന് ബഹുമാനപ്പെട്ട അഹമ്മദ് തിജാനി റളിയല്ലാഹുവിന്റെ കിതാബുണ്ട്. ഞാൻ ബർക്കത്തിന് നിങ്ങളെ കയ്യിൽ വേണം തരണ്ടേ. അഹമ്മദ് തിജാനി തങ്ങളെ കിതാബുണ്ട്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന് പറയുന്നൊരു വാക്കുണ്ട്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ചില മനുഷ്യന്മാരുണ്ട്, അവരെക്കാളും നല്ലത് അതായത് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്, അവരെക്കാളും നല്ലത് ആ വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോയ ആൾക്കാരാണ്. വെള്ളം കിട്ടാതെ മരണപ്പെട്ടു കണ്ടാ ഓൽക്ക് വലിയ പവറൊന്നും ഉണ്ടാവില്ല, ഓല ആരും വല്ലാതെ മെയിൻറ്റെയ്യും ഒന്നുമില്ല. പക്ഷെ ഓലെ ഹൃദയം ഹുബ്ബ് കൊണ്ട് നിറഞ്ഞൊരു ഹൃദയക്കാരൻ, സ്നേഹം കൊണ്ട് വല്ലാതെ തിങ്ങി നിറഞ്ഞ ഒരു ഹൃദയക്കാരൻ ചിലപ്പോൾ ഉണ്ടാകുക, ഓൽക്കുണ്ടാകുക. അവർക്ക് എന്തുണ്ടാവും? ഇപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖ് തങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കും, ഉമർ തങ്ങൾ നന്നായി സംസാരിക്കും. അതായത് ഒന്നിനും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പരിപാടി ഒന്നും മൂപ്പരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ വിത്ർ നിസ്കാരം, ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ മൂപ്പര് വിത്ർ നിസ്കരിക്കും സിദ്ദീഖ് റളിയല്ലാഹു. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കരിക്കൽ എപ്പോഴാ? സുബിഹിന്റെ, അതായത് തഹജ്ജുദിന്റെ സമയമുണ്ടല്ലോ, അപ്പോഴാണ് വിത്ർ നിസ്കരിക്കുക. അപ്പൊ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇശായിനക്ക് എന്ത് ചെയ്യണത്? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വിത്ർ നിസ്കരിക്കണം. ബഹുമാനപ്പെട്ടവർ, നമ്മൾ അഥവാ ഉറക്കത്തിൽപ്പെട്ടാൽ ആ വിത്ർ നഷ്ടപ്പെട്ടാലോ അപ്പൊ നിസ്കരിച്ചിട്ടാണ് കിടക്കുക. അപ്പൊ ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതെങ്ങനെ മുഅ്മിനായ മനുഷ്യനെ ഉറക്കത്തിൽ പെടാൻ പറ്റുമോ? പെടാൻ പറ്റൂല. ഓ നീച്ച് നിസ്കരിച്ചെന്നെ വേണം, അപ്പൊ തന്നെ നിസ്കരിക്കണം. ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. രണ്ടാളുടെയും പിന്നെ ശൈലികളുടെ മാറ്റാണ്. രണ്ടാളുടെയും ശൈലി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ സിദ്ദീഖ് തങ്ങളുടെ ശൈലിയുടെ മാറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത്, സിദ്ദീഖ് തങ്ങൾ കുറെയൊക്കെ സംസാരിക്കും, റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഉമർ തങ്ങൾ പിന്നെ എന്താണ്, എല്ലാ കാര്യവും റസൂലുള്ളാഹിനോട് തുറന്ന് ചോദിക്കുന്ന ആളാണ്. ഒരിക്കൽ ചോദിച്ചിട്ട്
പിന്നെ ഹുദൈബിയ സന്ധിന്റെ അവസരം വന്നപ്പോഴേ, ഹുദൈബിയ സന്ധിന്റെ വിഷയം വന്നപ്പോൾ റസൂലുള്ള ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ആയിക്കോട്ടെ, ഞങ്ങളൊരു കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഉമ്രക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കളെ മുമ്പിൽ സന്ധി വെക്കുകയാണ്. അപ്പൊ ഉമറുള്ളവന് ഈറ വന്നു. കാരണം നമുക്ക് എല്ലാവിധ സെറ്റപ്പ് ഉണ്ടായിരിക്കെ എന്തിനു ഓൽക്ക് നമ്മൾ വഴങ്ങി കൊടുക്കണം എന്നാണ് ആര്, ഉമറുള്ളാൻ. അപ്പൊ റസൂലുള്ളാനെ വല്ലാതെ ബുദ്ധി ഉണ്ടാക്കിയപ്പോ റസൂൽ ചോദിച്ചു, അല്ല ഉമറെ, ഞാനാ അള്ളാന്റെ റസൂൽ, ഇജാ അള്ളാന്റെ റസൂൽ ചോദിച്ചു. അല്ല നബി, എങ്ങനെ തന്നെയാണ് അന്താ മുണ്ടാക്കി. അങ്ങനത്തെ ഒരു പ്രയോഗമാണ്. മനസ്സിലാവും, അങ്ങനത്തെ റസൂലിനോടുള്ള ഒരു മനസ്സിലാവുണ്ടോ. അലി റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാന്റെ മരുമകനാണ്, റസൂലുള്ളാന്റെ കുടുംബക്കാരനാണ്. പക്ഷെ ഇവര് 4 ഖുലഫാഉർ റാഷിദുകളിൽ ഒരാള് മാത്രം തോനെ സംസാരിക്കൂല, തോനെ റസൂലിനോടൊന്നും ചോദിക്കൂല, റസൂലിനോട് തോനൊന്നും ചോദിക്കൂല, തോനൊന്നും മുണ്ടൂല. കിട്ടുന്ന അവസരം റസൂലുള്ളാന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ തോനെ സംസാരങ്ങളൊന്നുമില്ല. പക്ഷെ വഫാത്തിന്റെ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ സമയത്ത് അന്വേഷിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് വഫാത്തിന്റെ സമയത്ത് അന്വേഷിച്ചത്. കാരണം തോനെ മിണ്ടണില്ല, ആരോടും സംസാരിക്കൂല, ആരോടൊന്നും ചോദിക്കൂല എന്ന ധാരണ സമൂഹത്തിലെ മനുഷ്യന്മാർക്കാണ്. അല്ലാഹു തആലക്ക് അങ്ങനെ ധാരണ അല്ല. അല്ലാഹു തആല അങ്ങനത്തെ ആൾക്കാരെ വല്ലാതെ ഫോക്കസ് ചെയ്യും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാന്റെ വസ്ത്രം ഇങ്ങനെ കുറച്ചിങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ വന്നപ്പോൾ റസൂലുള്ള വസ്ത്രം അങ്ങനെ തന്നെ വെച്ചു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വന്നപ്പോൾ റസൂലുള്ള വസ്ത്രം അങ്ങനെ തന്നെ വെച്ചു. മൂന്നാമതായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നപ്പോൾ റസൂലുള്ള, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു സഹാബികൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ വസ്ത്രം കുറച്ച് പൊന്തിച്ച് പിടിച്ചു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നിങ്ങൾ താത്താനുള്ള കാരണം എന്താണ്? മനസ്സിലാവുണ്ടോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലജ്ജ മലായിക്കത്തുകൾക്കിടയിൽ പോലും പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്. അപ്പൊ ഞാനെങ്ങാനും ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചാൽ അദ്ദേഹത്തിന് ആ ലജ്ജ വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ ജീവിതത്തിന്റെ ഭാഗം ഹുബ്ബാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്നേഹം എപ്പോഴും. ഇപ്പൊ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട പിന്നെ ഗൗസുൽ ആലമിന്റെ ഫുതൂഹുൽ ഗൈബ് ഞാൻ അങ്ങോട്ട് കടക്കാൻ പോയില്ലേ, ഫുതൂഹുൽ ഗൈബ് ഒന്ന് നോക്കിയപ്പോ ഖൈറും ഷെറും ഒരു ചില്ലയിലെ 2 പഴങ്ങളെ പോലെയാണ്. ഒരു ചില്ലയിലെ 2 പഴങ്ങളെ പോലെയാണ് ഖൈറും ഷെറും. രണ്ടിനും നമ്മൾ ഒരേ രൂപത്തിൽ കാണണം. ഖൈറും നമുക്ക് അല്ലാഹു തആല തരും, ചിലപ്പോ ഷെറും തരും. രണ്ടിന്റെയും ആൾ ആരെന്നെയാണ്? ഒരേ വൃക്ഷത്തിന്റെ ഡയറക്ടർ ആരനെ? അല്ലാഹു തആല തന്നെയാണ്. മനസ്സിലാണോ? അപ്പൊ നന്മയുള്ള ഒരാളെ കണ്ടാലും നമുക്ക് സന്തോഷം വരണം, തിന്മ ചെയ്യുന്ന ഒരാളെ കണ്ടാലും സന്തോഷം വരണം. തിന്മ ചെയ്യുന്ന ആളും ആരെന്നെയാണ്? ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫയാണ്. തിന്മ ചെയ്ത ആളും ആരെന്നെയാണ്? വലഖദ് കറംന ബനി ആദം തന്നെയാണ്. ഓന്റെ പ്രവൃത്തിയെ നമുക്ക് ആക്ഷേപിക്കാം, പക്ഷെ ആ വ്യക്തിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ആ രൂപത്തിൽ നമ്മളെ ഷെയ്ഖ് അങ്ങനെയല്ലേ, നമ്മുടെ ഷെയ്ഖിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതേ രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമ്മൾ ആ ഇതിലേക്ക് എത്തും. എനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങളൊക്കെ ആ ഒരു വലിയ ദറജയിലേക്ക് എത്തിയത് ആ വലിയ ഹുബ്ബ് എന്ന് പറയുന്ന ആ സാധനം കൊണ്ട് തന്നെയാണ്. ഹുബ്ബ് എന്ന് പറയുന്ന സാധനം കൊണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സിദ്ദീഖ് തങ്ങൾക്ക് വലാ സ്വലാത്തിൻ വലാ സിയാമിൻ, ഒരുപാട് നിസ്കാരങ്ങളോ പക്ഷെ നോമ്പുകളൊന്നുമില്ല, പക്ഷെ വലാകിൻ ബിസിദ്ദിൻ ഫീ സുദ്രിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു രഹസ്യമുണ്ട്. ഒരുപാട് നിസ്കാരം ഒരുപാട് നോമ്പുകളൊന്നുമില്ല, പക്ഷെ ഹൃദയത്തിൽ മഹബ്ബത്തു റസൂൽ എന്ന് പറയുന്ന ഒരു സാധനം, അത് വലിയ ഉന്നതമായ മർത്തബയിലേക്ക് മുമ്പെത്തിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇഖ്വാനികളോട് എനിക്ക് പറയാനുള്ളത്, മറ്റൊരുപാട് ത്വരീഖത്തുകളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അതിനൊന്നും നമ്മൾ ആക്ഷേപിക്കാനോ ഒരാളെയും കുറ്റപ്പെടുത്താനോ മനസ്സിലാവുണ്ടോ? ഈ സമൂഹം ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു മനുഷ്യനെ പോലും നമ്മൾ ആക്ഷേപിക്കാം, മനസ്സിൽ പോലും അവനോട് ദേഷ്യം വരാനും പാടില്ല. ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾക്ക് ഭയങ്കര കയറ്റം കയറും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ദുആ ഒന്ന് പിടിക്കണം കേട്ടോ, പിന്നെ കേൾക്കാനാണ്. ഏതെങ്കിലും ഒരു വാട്സപ്പിന്റെ വിട്ടാൽ മതി.
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أوصل اللهم ثواب قراءتنا وبركة دعائنا أولا إلى حضرة النبي المصطفى محمد، اللهم وإلى حضرات أصحابه البدريين واللحديين والخندقيين والخيبريين وسائر الصحابة والقرابة كلهم أجمعين. اللهم وإلى حضرة شيخنا وسندنا الكتب المكتوم البرزخ المحمد المعلوم مولانا أبو العباس أحمد بن محمد التجاني رضي الله. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ ബിർദ് വളീഫ ഹൈലലകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, അത് നിന്റെ ഹബീബായി ഞങ്ങളെ ഷഫിയായ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മശായിഖന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണേ അല്ലാഹ്. പൂർണ്ണമായും നീ തത്ഹീർ ചെയ്യണേ അല്ലാഹ്. മുശാഹദയിലായി ജീവിച്ച് മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെ ഹൃദയം ഗ്ലാസ് പോലെ സർവവും ഉൾക്കൊള്ളുന്ന ഹൃദയമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മശായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ നൂറു തജല്ലി ഞങ്ങളെ ഹൃദയത്തിൽ നീ ഇൽഖാ ചെയ്യണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ സമ്പത്തും ഞങ്ങളെ ശരീരവും ഒരുപോലെ കാർന്നു കൊണ്ടുപോകുന്ന മാരകമായ ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അറ്റാക്കിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ജനങ്ങൾ അറക്കുന്ന വെറുക്കുന്ന ഒരസുഖം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. റബ്ബേ, നീ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു, ഒരുപാട് ഒഴിവുകൾ തന്നു. അല്ലാഹുവേ, പലതും ഞങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. റബ്ബേ, ഞങ്ങളെ സമയങ്ങളൊക്കെ ഒരുപാട് പോയി. ഇനിയുള്ള സമയമെങ്കിലും ഒരുപാട് ഖൈറായ അമാലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, നീ പ്രത്യേകം തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ ആരിഫീങ്ങളും മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ലോകത്ത് അള്ളാഹുവേ, നീ പടച്ച ഒരു സൃഷ്ടിയോടും അകാരണമായി ദേഷ്യം വെക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് വെക്കുന്ന പകവെക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. എല്ലാവരോടും ഹുബ്ബ് വെക്കുന്ന ഒരു മനസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മശായിഖിന്റെ ഫൈലാനിയത്ത് ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ബാഹ്യരൂപം നന്നാക്കിയതുപോലെ ഞങ്ങളെ ആന്തരികമായ രൂപവും നീ നന്നാക്കണേ അല്ലാഹ്. റബ്ബേ, പൂർണ്ണമായും നിന്നിലേക്ക് തിരിയുന്ന ഒരു മനസ്സ് നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, നിന്റെ ഹബീബായ ഞങ്ങളെ ഷഫിയായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. തുർബത്തുൽ മദീന അഫ്ദലു തുർബത്തിൽ അർള്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവേ, പല തവണ മുത്ത് ഹബീബിന്റെ ചാരത്തണയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ്, പല ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണ്. ഞങ്ങളെ ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, വലിയ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഗതികേട് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഗതികേട് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. റബ്ബേ, മരണം വരെ ഇസ്സത്തോടുകൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നീ സൗകര്യപ്രദമായ വീട് കൊടുക്കണേ അല്ലാഹ്. അതിലേക്കുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ തടസ്സങ്ങളും നീ നീക്കണേ റബ്ബേ. ഞങ്ങളെ മശായിഖന്മാരെ ബറക്കത്തുകൊണ്ട്, അഹ്മദ് തിജാനി തങ്ങളെ ബറക്കത്തുകൊണ്ട് എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഒരുപാട് കാലം വിർദും വലീഫയും ഹൈലലൊക്കെ ചൊല്ലാനും ഒരുപാട് ആളുകളെ ഖൈറിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. കിബ്ർ, ഉജ്ബ്, റിയാ, ശഹ്വത്ത്, ഗീബത്തിന്റെ, നമീമത്തിന്റെ, അമ്മാറത്ത്, ലുവാമത്ത്, മുൽഹിമത്ത് പോലത്തെ മാരകമായ അംറാദുൽ ഖുലൂബുകളെ നീ പൂർണ്ണമായും നീ സംസ്കരിക്കണേ അല്ലാഹ്.
പൂർണ്ണമായും നീ സംസ്കരിക്കണേ അല്ലാ. ഞങ്ങളെ മശായിഖിന്റെ നെളുറ് കൊണ്ട് നീ സംസ്കരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കൽ ഹൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. മരണം ഹൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലുമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.